അതായത് എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറയുന്ന അതേ വാചകം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പർവ്വതീകരിക്കുന്നത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ചർച്ചാ വിഷയം ജനങ്ങൾക്ക്? ഞാനീ പറഞ്ഞ വിഷയങ്ങൾ നല്ല രാഷ്ട്രീയ ധാരണയുള്ളവരല്ലേ കേരളത്തിലെ ജനങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ. അപ്പോൾ അത് ജനങ്ങൾ ചർച്ചാ വിഷയമാക്കുമ്പോൾ അതെങ്ങനെയാണ് സെൻസേഷനലായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നത്? ഞാൻ പറയേണ്ടത് കൃത്യമായിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അധാർമികമായിട്ടുള്ള സൈബർ ഇടത്തിലെ ഇടപെടലുകൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കെതിരെ ഉണ്ടായി, മാധ്യമങ്ങളൊക്കെ കണ്ടതാണ്. നിങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടേ? അത് എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യില്ല. എനിക്കൊരു പൊളിറ്റിക്കൽ പോളിസി ഇല്ലേ? അതിന് പകരം ഞാൻ അതിൻ്റെ നേരെ എതിരാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലേ മാധ്യമങ്ങളെ? അതിന് നിങ്ങളെന്താ പ്രതിഷേധിക്കാത്തത്? അപ്പോൾ അതൊന്നും സുനിലെ അങ്ങനെ ഒരു ചർച്ചാ വിഷയമൊന്നും ജനങ്ങളുടെ ഇടയിലില്ല കേട്ടോ. ജനങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ട്. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വൃത്തികെട്ട മാർഗം സ്വീകരിച്ചതിൽ എന്തായാലും ചിന്തിക്കാൻ കഴിയുന്ന സഹോദരങ്ങൾ അതിൽ പ്രതിഷേധിക്കും. എനിക്കത് ഉറപ്പാണ്. അത്ര ധാർമ്മികതയില്ലാത്ത ആയി പോകും നമ്മുടെ സമൂഹത്തിന്. അതുകൊണ്ട് ആ വാദപ്രതിവാദമൊന്നും അല്ല പാർലമെൻറ്റ് ഇലക്ഷനിലെ വിഷയം കേട്ടോ. അതതിൻ്റെ വഴിക്ക് പോട്ടെ. കുറ്റം ചെയ്തവരെ കണ്ടെത്തും, ശിക്ഷിക്കും. ടീച്ചർക്കെതിരെ അങ്ങനെ സൈബർ അതിക്രമം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതെന്നാണ് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ചോദിക്കുന്നത് അവർ ചെയ്യാത്തൊരു കാര്യത്തിന് അവരെന്തിനു മറുപടി പറയണം എന്നാണ് അവരുടെ മറുപടിയായി വരുന്നത്. ഏത് പത്രമായിരുന്നു കുട്ടി? ഞാൻ മനോരമ. നിങ്ങൾ KPCC അധ്യക്ഷൻ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവെല്ലാം പറഞ്ഞത് നിങ്ങൾ നല്ല ഇതായിട്ട് ഉണ്ടായിരുന്നല്ലോ മനോരമയിൽ. എന്താ പറഞ്ഞത്? ടീച്ചർക്കെതിരെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സന്തോഷമുണ്ട് എനിക്കതിൽ. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? അത് KK ശൈലജ സൃഷ്ടിച്ചതാണ്. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇല്ലേ? ഞാൻ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ടൊരു ആരോപണം സൃഷ്ടിക്കുക, എനിക്ക് ഇലക്ഷനിൽ ജയിക്കാനും സൃഷ്ടിക്കുകയൊന്നും വേണ്ട കേട്ടോ. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെൻറ്റിലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും. അതിന് ഇമാതിരി വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതും നിങ്ങൾ അങ്ങനെയല്ലേ കൊടുത്തത്? അങ്ങനെ പറയാൻ പാടുള്ളൂ. ഞാനതിലൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് സമൂഹത്തിന് മനസ്സിലാവും, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. വടകരയിലെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതിൽ പ്രതിഷേധമുണ്ട്. ചിലർ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ. ടീച്ചർ, ഞങ്ങൾ ചിലത് കണ്ടു, പക്ഷേ അതിലൊന്നും വിഷമിക്കരുത്, അത് തെറ്റാണ്, ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉന്നതരായ നേതാക്കളൊന്നുമല്ല, പ്രാദേശികമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ബൂമറാങ്ങായിട്ട് വരും, അവർക്ക് തന്നെ ദോഷം ചെയ്യുകയുള്ളൂ. ഇതിപ്പോൾ ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്, വീഡിയോ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു, പക്ഷെ പിന്നീട് വീഡിയോ ഇല്ലെന്ന് ടീച്ചർ പറയുന്നു. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇന്നലെ ടീച്ചറിന്റെ പ്രസ് മീറ്റിന് ശേഷം പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞു തന്നെ ഇപ്പോൾ പറയുന്നുള്ളൂ, കേട്ടില്ലേ? ഒരു കാര്യവും ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ തെളിവുണ്ടല്ലോ, അത് പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കയ്യിലുണ്ട്, അത് കൊടുക്കാം.